ഈ സമയത്തിലുമൊക്കെ താങ്കൾക്ക് വലിയ വിശ്വാസമാണ്. അതെ. അത് മനുഷ്യരിലുള്ള വിശ്വാസം കുറഞ്ഞതുകൊണ്ടാണോ? അതുകൊണ്ടല്ല. ഞാൻ പണ്ടുകാലം ചെറുപ്പം മുതലേ വേദപുസ്തകം വായിച്ച് എല്ലാ ആഴത്തിൽ പോകുന്ന വ്യക്തിയാണ്. എല്ലാത്തിലും ഏറ്റവും വലിയ ജ്യോതിഷം എന്റെ പൊന്നു ജോണിക്കുട്ടി നടന്നിരിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയില്ല. ഞാൻ പിറന്നു വീണത് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലായതുകൊണ്ടാണ് പറയുന്നത്. സുന്ദരിയായ മറിയത്തിന് മുമ്പിൽ ഗബ്രിയേൽ ദൂതൻ വന്ന് എന്താ പറഞ്ഞേ? മോളെ മറിയമേ, നീ ഒരു ആൺകുഞ്ഞിനെ ഗർഭം ധരിക്കും, നീ അവനെ പ്രസവിക്കും. അന്നെന്തോ കല്യാണം കഴിച്ചിട്ടുണ്ട്, ജോസഫ് പിതാവ് കെട്ടിയിട്ടില്ല. അവനെ നീ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും എന്നാ പറഞ്ഞത്. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ. അത് ജ്യോതിഷം അല്ലയോ? ഞാൻ വെറുതെ ചോദിക്കുകയാണ്. അപ്പൊ ഏറ്റവും വലിയ ജ്യോതിഷം ഇത് നടന്നിരിക്കുന്നത് ക്രിസ്ത്യൻ ഹിസ്റ്ററിയിലാണ്, ക്രിസ്ത്യാനിറ്റിയിലാണ്. അപ്പൊ ഞാൻ അത് ജനിച്ചു വീഴുന്ന മനുഷ്യരായതുകൊണ്ട് അതിലൊക്കെ എനിക്ക് വിശ്വാസം. അങ്ങനെ രാജാക്കന്മാർ നക്ഷത്രം നോക്കി വന്നതൊക്കെ ജ്യോതിഷമാണെന്ന് വ്യാഖ്യാനിക്കാം. പക്ഷേ താങ്കളെപ്പോലെ ഒരാൾ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെയല്ല തോന്നുക. ഇത് അന്ധവിശ്വാസമാണോ? ആരായി രാജാക്കന്മാർ? 3 പേര്. എനിക്ക് ആഴത്തിൽ വിവരം ഉണ്ടായതുകൊണ്ട് ജോണിക്കുട്ടി. ബെൽത്താസാർ, മെൽഷിയർ ആൻഡ് സെസ്പാർ എന്ന പേര്. ഈ 3 പേരാണ് ആദ്യം നക്ഷത്രം കാണുന്നത്. വലിയ അതിശയമല്ലേ അത്? അവർ പിന്നെ പൊന്നമൂര കുന്തിരിക്കാൻ കൊണ്ട് തമ്പുരാന്റെ ഈ കുഞ്ഞിന്റെ കാൽക്കൽ വെക്കുന്നത്. ശാസ്ത്രമൊക്കെ ഇത്രയും പുരോഗമിച്ച ഈ കാലത്ത് ക്യാപ്റ്റനെ പോലെ ഒരാൾ ഇത്തരം കാര്യങ്ങളിൽ ഇത്ര ഉറച്ച് വിശ്വസിക്കുന്നത് സംശയിക്കപ്പെടില്ലേ? അയ്യോ, ഇതൊക്കെ എന്തായി പറയുന്നത്? എത്ര ശാസ്ത്രം പുരോഗമിച്ചാലും നമ്മുടെ ഈ നക്ഷത്രങ്ങളൊക്കെ ആരുണ്ടാക്കിയതാ? ഹിന്ദുത്വത്തിലെ പൂർവികർ, ആഴത്തിലുള്ളവർ ഇത്രയും കോടാനുകോടി വർഷങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ച് അനുഭവങ്ങൾ ശേഖരിച്ച് വെച്ചിട്ടാണ് നക്ഷത്രം. ഞാൻ ഫോർ എക്സാമ്പിൾ, ഞാൻ വിശാഖ നക്ഷത്രക്കാരനാണ്, എന്റെ മൃഗം സിംഹമാണ്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി? അത് നമ്മളുടെ വ്യക്തിത്വം, എന്റെ പെരുമാറ്റത്തിൽ തന്നെ. അല്പം എന്റെ കൂടെ എപ്പോഴും ഒരു 10-20 പേര് ചുറ്റിനുണ്ടാവും. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആഹാരം കഴിക്കുന്ന ഇഷ്ടമല്ല. മമ്മൂട്ടി വിശാഖമാണ്. അദ്ദേഹത്തിന് ചുറ്റിന് ഏതെങ്കിലും ഒരു സമയം മമ്മൂട്ടി തന്നെ ഇരിക്കുന്നത് കാണാൻ പ്രയാസമാണ്. ഒരു 10-15 പേര് പ്രൊഡ്യൂസേഴ്സ് ആവാൻ, ഡയറക്ടേഴ്സ് ആവാൻ ചുറ്റിനുമുണ്ട്. അതെന്താ? മമ്മൂട്ടിക്ക് സിനിമയിൽ ഉണ്ടായ അത്രയും വലിയൊരു വളർച്ച ക്യാപ്റ്റൻ ഉണ്ടായില്ല എന്നത് എങ്ങനെയാണ് കാണുന്നത്? അതെന്താ ജോണിക്കുട്ടി അങ്ങനെ ചോദിക്കുന്നത്? തമ്പുരാൻ നമുക്ക് ജന്മം തരുമ്പോൾ ഒരു അമ്മ പ്രസവിച്ച മക്കൾ ഒരുപോലെ വളരുന്നുണ്ടോ? എന്നെ ഇത്രയും വളർത്തണമെന്നുള്ള തമ്പുരാൻ മുൻകൂർ പ്ലാൻ ചെയ്ത് ഇത് ഓർബിറ്റിൽ നമ്മളെ സൃഷ്ടിച്ചു വിട്ടിരിക്കുക. കമ്പാരിസൺ ഒരിക്കലും ഒരു ആവശ്യമില്ല, അവസരമില്ല. ഏറ്റവും കൂടുതൽ അന്നത്തെ കാലത്ത് തുടക്കത്തിൽ മറ്റു ലാംഗ്വേജ് ചെയ്ത വ്യക്തി ഞാനാണ്. എന്നോട് മമ്മൂട്ടി വരെ പറഞ്ഞിട്ടുണ്ട്, ക്യാപ്റ്റൻ തമിഴൊക്കെ മാറിത്തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ തമാശ രൂപയാണ്. അപ്പൊ ഞാൻ 10-60 തമിഴ് പടം എത്ര തെലുങ്ക് ചെയ്തെന്ന് അറിയാമോ? അപ്പൊ അങ്ങനെ എന്നെ ദൈവം തമ്പുരാൻ തമിഴ്, തെലുങ്ക്, കന്നഡ, ഒരു ഹിന്ദി, പ്രിയന്റെ ഒരു ഹിന്ദി പടം ഞാൻ ചെയ്തു, റിലീസായിട്ടില്ല. ഒരു ഇംഗ്ലീഷ് പടം കോട്ടൺ മേരി, മലയാളത്തിൽ ഏകദേശം ഇപ്പം എല്ലാം കൂടെ എനിക്ക് 500 പടത്തിന് മേളിൽ എല്ലാ ഭാഷകളും ആയി കഴിഞ്ഞു. അങ്ങനെ എന്നെ വളർത്തിയില്ലേ? മമ്മൂട്ടിയെ മമ്മൂട്ടിയാക്കി. എന്റെ ദൈവമേ, അദ്ദേഹം വേറൊരു നക്ഷത്രമാണ്. അതായത് നക്ഷത്ര ഫലം എന്ന് യേശുദമ്പുരാൻ ജനിച്ചപ്പോൾ ഒരു നക്ഷത്രം കാണിച്ചില്ലേ? അതുപോലെ ഓരോ ജന്മത്തിനും ഓരോ നക്ഷത്രം. അത് അതിന്റെ രീതിയിലേ പ്രകാശിക്കുകയുള്ളൂ. ക്യാപ്റ്റൻ രാജു ഏതെങ്കിലും കാര്യത്തിൽ ഒരു പഴഞ്ചനാണ് എന്ന് സ്വയം തോന്നിയിട്ടുണ്ട്? ഇപ്പൊ ഈ ജ്യോതിഷത്തിലെ വിശ്വാസത്തിന്റെ കാര്യത്തിലല്ല ഞാൻ ചോദിക്കുന്നത്. ഒരു സ്ത്രീ ഇപ്പോ കാലുമേൽ കയറ്റി വച്ചിരുന്നാൽ തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു പഴഞ്ചൻ മനസ്സ് ക്യാപ്റ്റൻ രാജുവിനുണ്ടോ? അങ്ങനെയല്ല. ഇത് പഴയ കാലത്ത് എന്റെ അമ്മ, എന്റെ സഹോദരിമാര് കോളേജിൽ നിന്നൊക്കെ വന്നിട്ട് ഇരിക്കിന്റെ ശൈലിയിലല്ലാതെ സ്ത്രൈണം വിട്ടൊരു സ്ത്രീ ഇരുന്നാൽ വൃത്തിയോടാ ജോണിക്കുട്ടി, അപ്പം മാറ്റി വെക്കാൻ പറയണം. അപ്പൊ അല്ല, ഞാൻ ജോണിക്കുട്ടിയുടെ വീട്ടിൽ വന്നെന്ന് വെച്ചാട്ടെ, ഞാൻ കാലെടുത്ത് നിങ്ങളുടെ അവിടെ സെന്റർ ടീപ്പോയുടെ മേളിൽ വെച്ചാൽ എങ്ങനെയുണ്ട്? അല്ലാതെ ഔചിത്യത്തിന്റെ പ്രശ്നം ഉണ്ടാവാം, പക്ഷെ സ്ത്രീ ആയതുകൊണ്ട് നമുക്കുള്ള സ്വാതന്ത്ര്യങ്ങൾ അവർക്കില്ല എന്ന് പറയാവോ? അങ്ങനെ ഒരിക്കലും ഞാൻ പറയത്തില്ല. സ്ത്രൈണം എന്നുള്ളൊരു സംഗതിയുണ്ട്. കാലിന് അസ്ഥാനത്ത് കാല് വെച്ചിരിക്കുന്ന സ്ത്രീയെ കണ്ട എനിക്ക് ഞാൻ പുരുഷനാന്ന് ഓർത്തോണം. ആ സ്ത്രീത്വത്തോട് എനിക്കൊരു ബഹുമാനം എനിക്കുണ്ടാവില്ല. അല്ല, അത് പുരുഷനാണെങ്കിലും ബാധകമല്ലേ ഞാൻ ചോദിക്കുന്നത്. അത് പുരുഷൻ അസ്ഥാനത്ത് ഒരു വീട്ടിൽ പോയി ആദ്യമായിട്ട് ചെല്ലുന്ന വീട്ടിൽ കാലുമേ കാലെടുത്തിരിക്കാൻ പാടില്ല. അല്ല, ആ സോഫ സെറ്റിലോട്ട് കാലെടുത്ത് വെച്ചാൽ എങ്ങനെയാ ജോണിക്കുട്ടി? ഇതെന്റെ അമ്മയാ കാരണക്കാരി, അടിച്ചു പഠിപ്പിച്ച ജോണിക്കുട്ടി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ വാഷ് ബേസിന് ഊണ് കഴിഞ്ഞിട്ട് പോയി കഴുകി തുപ്പും. അന്നമ്മ സാർ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മ ഇങ്ങോട്ട് ഓടി വന്നിട്ട് നോക്കും. അതിനകത്ത് വായിൽ നിന്ന് വീണ എന്തെങ്കിലും ഉച്ഛിഷ്ടങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അടിയ, എടാ അല്പം പൈപ്പിൽ വെള്ളം എടുത്ത് ഇങ്ങനെ നിനക്ക് ഒഴിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ഇങ്ങനെ വളർത്തിയെടുത്തതായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ശ്രദ്ധയുള്ളത്. കാലം മാറിയതനുസരിച്ച് അത്തരം ചിന്താഗതികളിൽ മാറ്റം വന്നില്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. എത്ര ഹൈടെക് ആണെന്നാണ്. ഞാൻ ഇപ്പൊ ലേറ്റസ്റ്റ് മൊബൈൽ വാങ്ങിച്ചു. ഏതാ? സാംസങ്ങിന്റെ ടാബ് എന്ന് പറഞ്ഞ ക്യാപ്സ്യൂൾ മൊബൈല്. സംഗതി വലുതാണ്. അത് ഞാൻ അങ്ങനെ അഡ്വാൻസ് ടെക്നോളജി മുമ്പിൽ പോകുന്നുണ്ട്. എന്റെ മോൻ എന്നെ അതിന് ഗൈഡ് ചെയ്യുന്നുമുണ്ട്. അവൻ കമ്പ്യൂട്ടറിന്റെ എക്സ്പേർട്ടാ. അങ്ങനെയുള്ളതിലെല്ലാം ഞാൻ, പക്ഷെ ഇങ്ങനെയുള്ള ചില നന്മയുടെ കാര്യങ്ങളിൽ ഞാൻ പഴയ കാലത്തുള്ളത് മറക്കത്തില്ല. ഞാൻ തലമുറയ്ക്ക് ഇത് പാസ് ഡൗൺ ചെയ്യും. പഴയ നന്മയിൽ ഉറച്ചു നിൽക്കും. അത് ഉറച്ചു നിൽക്കുകയും കുഞ്ഞുങ്ങൾക്ക് തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഈ സാധാരണ ജനങ്ങൾക്ക് ഒരു വിചാരമുണ്ട്, ഒരുപക്ഷെ ഒരു മുൻവിധി ആയിരിക്കാം. അതായത് സിനിമാ രംഗത്തെ സദാചാരവും പുറത്തെ സദാചാരവും രണ്ടും രണ്ടാണെന്ന്. സിനിമാ രംഗത്ത് കുറച്ച് മോശമാണെന്നാണ് അർത്ഥമാക്കുന്നത്.
അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഞാൻ അതിനോട് ഒരിക്കലും യോജിക്കത്തില്ല. ഞാൻ 32 വർഷമായിട്ട് സിനിമ ഇൻഡസ്ട്രിക്ക് അകത്തുള്ളവരാണ്. സിനിമയ്ക്ക് അകത്തുള്ളതിനെക്കാട്ടിൽ മോശമായ സദാചാരങ്ങളാണ് വെളിയിൽ നടക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സിനിമയിൽ എല്ലാവരും മോശപ്പെട്ടവരല്ല. വെളിയിലെ ധാരണ ഞങ്ങൾ എന്താ കാരണം, അത് തോന്നാനുള്ള കാരണം, ഒരു ഷൂട്ടിങ്ങിന്റെ ഇടയിൽ എല്ലാവരും മേക്കപ്പ് ഒക്കെ ഇട്ട ജോണിക്കുട്ടി ഇരിക്കുന്നത്, ഞങ്ങള് ടച്ചപ്പ് ഒക്കെ ചെയ്ത് അടിപൊളി വേഷമൊക്കെ ഇട്ട സെറ്റിലിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കടമയാണ്. ഇപ്പോൾ ചെറുപ്പക്കാരി പെൺകുട്ടികളൊക്കെ വരില്ലേ, അവരൊക്കെ മേക്കപ്പ് ചെയ്ത് അവരുടെ അമ്മമാരും എല്ലാവരും ചിരിച്ച് കളിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാണെന്നറിയുമോ? ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ ഒരു ആർട്ടിസ്റ്റിനെ പെർഫോം ചെയ്യാൻ ഒക്കുകയുള്ളൂ. അവരെ വേദനിപ്പിക്കുകയോ അവരെ എന്തെങ്കിലും പറഞ്ഞ് കുറ്റപ്പെടുത്തുകയോ ചെയ്താൽ ആ കുഞ്ഞുങ്ങൾ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ അവരുടെ ഫേസിൽ അത് പ്രതിഫലിക്കും. അപ്പൊ ഞങ്ങൾ ചിരിച്ചു കളിച്ചിരിക്കുന്നത് കാണുമ്പോൾ വെളിയിൽ നിന്ന് നോക്കുന്നവരെന്താ വിചാരിക്കുന്നത്? എന്റെ ദൈവമേ, ഇവന്മാർക്ക് എന്തോ ഭാഗ്യവാന്മാരതാ, ഇഷ്ടംപോലെ പെമ്പിള്ളാർ ചുറ്റിനുണ്ട്, വാചമടിച്ച് ഇത് കണ്ടോ ചിരിച്ചു കളിച്ചിരിക്കുന്നു. ചിലപ്പോൾ ഞാൻ അടുത്തിരുന്ന് നടിയുടെ കൈ നോക്കുകയാണെന്ന് വെച്ചാട്ടെ, കൈ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്ന ഒരു വെളിയിലുള്ള ഒരാൾ എന്താ വിചാരിക്കുന്നത്? ക്യാപ്റ്റൻ രാജു താണ്ട് ഒരു കൊച്ചു പെണ്ണിന്റെ കൈ നോക്കിയിരിക്കുന്നു. എന്റെ പൊന്നു ജോണിക്കുട്ടി, നമ്മുടെ സിനിമയിലുള്ള ഞങ്ങളോട് വർക്ക് ചെയ്യുന്ന നടിമാരും അമ്മ അവരൊക്കെ എക്സ്ട്രാ ഓർഡിനറി വണ്ടർഫുൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്. തറവാടികളാണ്, വിദ്യാസമ്പന്നരാണ്, പെരുമാറാൻ അറിയാവുന്ന. 1-2 പേര് വല്ല ചെറിയ മിസ്റ്റേക്കുകളോ അതെവിടെ ഇല്ലാത്തത്. ഈ ലോകത്തിൽ മനുഷ്യരാണെങ്കിൽ ചെറിയ ചെറിയ കുറ്റങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. എല്ലാം കൊണ്ട് സിനിമാക്കാർ മോറലി അതർവൈസ് വെരി വെൽ ബിഹേവ്ഡ് ആണെന്നാണ് ഞാൻ പറയുന്നത്. പട്ടാളക്കാരനാണ് ഞാൻ പറയുന്നു. അങ്ങനെ ഒരു ധാരണ രൂപപ്പെടുന്നതിൽ സിനിമക്കാർ തന്നെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടാവില്ലേ? 1-2 പേര് അവിടെ ഇവിടെയോ അല്ല അങ്ങനെ മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ടല്ലേ? അതല്ല, അവരുടെ പെരുമാറ്റത്തെക്കാൾ കൂടുതൽ അവർ മറ്റുള്ളവർ അവരുടെ സഹപ്രവർത്തകരെ കുറിച്ച് അവർ തന്നെ മോശമായി പുറത്ത് പറയുന്നത് കൊണ്ടാവുമോ ഇങ്ങനെ ഒരു ധാരണ പരന്നത്? അത് ഈ സിനിമയിൽ കുറച്ചു പേരുണ്ട്, പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. തമാശ രൂപേണ എന്തും പറയാൻ ഇഷ്ടമുള്ള കുറച്ച് വീരന്മാരുണ്ട്. അവരെ ആരെക്കുറിച്ച് അത് ഞാനത് അനുഭവസ്ഥനാണ്. കൂടിയിരിക്കുമ്പോൾ ചേച്ചിയൊക്കെ ഒന്ന് വിളിച്ച് അങ്ങോട്ട് മാറി കഴിയുമ്പോൾ മോശമായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പെരുമാറ്റ ശൈലിയുള്ള കുറച്ച് പേരുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ക്യാപ്റ്റൻ രാജുവിന് ഒരു നഷ്ടബോധം ഉണ്ടെങ്കിൽ അത് എന്ത് കാര്യത്തിലാണ്? ഇപ്പൊ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ സ്വന്തമാക്കാൻ കഴിയാത്തതിലാണോ, അതോ ഈ പട്ടാള ജീവിതം വേണ്ടെന്ന് വെച്ച് സിനിമയിലേക്ക് വന്നതിലാണോ? എവിടെയെങ്കിലും ഒരു നഷ്ടബോധം ഉണ്ടോ? രണ്ടാമത്തെ ചോദ്യം ഉത്തരം ആദ്യം. സിനിമയിലേക്ക് വന്നതിൽ എനിക്ക് ഏറ്റവും അഭിമാനമാവുള്ളത് എന്റെ ജോണിക്കുട്ടി, ഞാൻ ഇന്നൊരു ചിലപ്പോൾ ഒരു ലെഫ്റ്റനന്റ് ജനറലായിട്ടിരുന്നേനെ, ഞാൻ അതേമാതിരി ഓഫീസറായിരുന്നിരുന്നോട്ടെ, എന്നെ ആർക്കറിയാം? ഞാൻ വലിയ കപ്പടാമീശം വെച്ച് കേരളത്തിൽ ഞാൻ ആവശ്യത്തിന് അയാളെ സഹോദരിയുമായിട്ട് നടന്നു പോകുമ്പോൾ ആൾക്കാർ കാണുന്നത് ദണ്ടോ വീരപ്പന്റെ അനിയൻ പോകുന്നതേ പറയുള്ളൂ. അത് പോട്ടെ, ഞാൻ രാത്രി യാത്ര ചെയ്യുമ്പോൾ എന്റെ വണ്ടിയുടെ ടയർ പങ്ക്ചറായി പോയി. അത് അങ്ങ് കോഴിക്കോട് സൈഡാന്ന്, കൽപ്പറ്റയിലാന്ന് വെച്ചോട്ടെ, എനിക്ക് വെള്ളം കുടിക്കണം, വണ്ടിയിൽ വെള്ളമൊന്നുമില്ല. ഏതെങ്കിലും ഒരു ഉച്ചയും വെളിച്ചം കണ്ട ഒരു വീട്ടിലേക്ക്, അത് ഏത് കുടുംബ മതമാണെന്ന് എനിക്കറിയില്ലല്ലോ, ഇസ്ലാം മതമായിക്കോട്ടെ, ആ സൈഡ് ഇസ്ലാം സഹോദരന്മാരാ കൂടുതൽ. ഞാൻ രാത്രി ചെന്ന് കഥവ് കൂട്ടുന്നു, പട്ടി കുരയ്ക്കുന്നു, പട്ടിയെ മൈൻഡ് ചെയ്യാതെ ഞാൻ പോയി കഥവ് തട്ടുന്നു. അവർ വന്ന് കഥവ് തുറക്കുകയല്ല, ജനലിന്റെ കർട്ടനൊന്ന് മാറ്റിയിട്ട് നോക്കുമ്പോൾ എന്നെ കാണുമ്പോൾ ഞാൻ കൂടി ക്ഷമിക്കണം, ക്യാപ്റ്റൻ രാജുവാണ്, ഒരു അത്യാവശ്യത്തിന് വെള്ളം കുടിക്കാൻ വേണോ, വണ്ടി ടയർ പങ്കായി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വെള്ളം മാത്രമാണോ ജോണിക്കുട്ടി തരുന്നത്? അകത്ത് കയറ്റി ആഹാരവും തന്ന വയറ് നിറച്ച് അവിടുത്തെ ആരോഗ്യമുള്ള മക്കൾ വന്ന് ടയറും മാറ്റി എന്നെ കയറ്റി വിട്ടിട്ടുണ്ട്. നടന്ന കാര്യമാണ് പറയുന്നത്. വേറെ ഒരു മനുഷ്യനും അത് കിട്ടുകയല്ല, കലാകാരനായതുകൊണ്ട് കിട്ടുക. അതുകൊണ്ട് നഷ്ടബോധമേ ഇല്ല. ദൈവം തന്ന ഏറ്റവും അനുഗ്രഹമായിട്ട് ഞാൻ അതിനെ കാണുന്നു. പ്രേമിച്ച പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്ത് പ്രേമിക്കാൻ അധികം പറ്റിയില്ല ജോണിക്കുട്ടി. അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഒരു പെൺകുട്ടിയോട് ഹലോ എന്ന് പറയാൻ പോലും പറ്റിയിട്ടില്ല. മനസ്സിലാഗ്രഹമൊക്കെ, ഇൻഫാറ്റുവേഷൻ എന്ന് പറയും. അങ്ങനെ ഒരു ഉള്ളിൽ ഒരു കുട്ടിയോട് ഇൻഫാറ്റുവേഷൻ ഉണ്ടായിരുന്നു. മലയാളത്തിൽ ഒരു ശൈലി പോലെ കേൾക്കുന്ന ഒന്നാണ് പവനായി ശവമായി എന്നുള്ളത്. പക്ഷെ അത്രയും നല്ല ഒരു കോമഡി റോളിൽ താങ്കൾ ശോഭിച്ചിട്ട് പിന്നീട് അത്തരം റോളുകളിലേക്ക് പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? സത്യനന്ദിക്കാടും ശ്രീനിവാസനും ഉണ്ടാക്കിയ ഒരു ക്യാരക്ടറാണ് പവനാഴി. അത് വളരെ സീരിയസ് ഇമേജ് ഉള്ള ക്യാപ്റ്റൻ രാജുവിനെ കൊണ്ട് ചെയ്യിച്ചാലേ എറിക്കുമെന്ന് അവർക്കറിയാം. അങ്ങനെയാണ് എനിക്ക് ആ വേഷം കിട്ടുന്നത്. അതിനുശേഷം ജോണി ആന്റണി എനിക്ക് ആ വണ്ടിയൊക്കെ ഉന്തിക്കൊണ്ട് പോകുന്ന CID മൂസ ഞാൻ ചെയ്തില്ല. ഇന്നും കുഞ്ഞുങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. കുട്ടികൾക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പൊ ഞാൻ പോകുന്നത് മോഹൻലാലിനോട്, മോഹൻലാലിന്റെ അമ്മാവനായിട്ട് പ്രായമുള്ള റോള്, മോഹൻലാല്, ദിലീപ്, ജയറാം എല്ലാം ഉള്ള പടമാണത്. റാഫി മക്കാട്ടിൻ ഡയറക്ട് ചെയ്യാം. പുതുക്കോട്ടയിലെ പുതുമോഹൻ, അതിലാണ് ഞാൻ ലാസ്റ്റിൽ അഭിനയിച്ചത്. അതിനകത്ത് ചിലപ്പോൾ ഇതുപോലെ കോമഡി ഉണ്ടെങ്കിൽ എനിക്ക് ഷൈൻ ചെയ്യാൻ തമ്പുരാൻ അവസരം തന്നാൽ എനിക്കത് കിട്ടും. അവരുടെ മിടുക്കല്ല, നമ്മുടെ ആർട്ടിസ്റ്റിന്റെ മിടുക്കല്ല. ഏതെങ്കിലും കാര്യത്തിൽ അങ്ങനെ കഴിവില്ലായ്മയുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ? ഒറ്റ സിനിമ കൊണ്ട് തന്നെ സംവിധാനം നിർത്തി, അക്കാര്യത്തിൽ അങ്ങനെ ഒരു തോന്നലുണ്ടോ? നമ്മൾ അത് വേറൊരു സഹോദരന്റെ പണമാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഏത് പടം എടുത്താലും സൂപ്പർ ഹിറ്റ് ആക്കുമെന്ന് പറഞ്ഞ് ചുമ്മാ അത് പറയും. ഇങ്ങനെ 100% നമുക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റുമോ ജോണിക്കുട്ടി? ഈ സബ്ജക്ട് എടുത്ത് ഇന്നാരെടുത്താൽ ഈ പടം ബമ്പർ ഹിറ്റാന്ന് പറയാൻ കഴിവുള്ളവരുണ്ട്. ഞാൻ അവരെ വാടകയ്ക്ക് എടുത്തോളാം, എവിടെ ഒരു ഓഫീസിലിരുത്തി ഞാൻ പണം ഉണ്ടാക്കിക്കോളാം. അങ്ങനെ ഒരാളെ ഒന്ന് കാണിച്ചു തരാമോ? പറയാൻ ഒക്കെയല്ല.
ഞാൻ ആ സ്നേഹഗാഥ നമ്മൾ വിക്രം ലൈല വെച്ചല്ലേ എടുത്തത്. അവരെല്ലാം പ്രശസ്തരായിട്ട് മാറി. ജോണി ആന്റണി അസോസിയേറ്റ് ആയിട്ട് ആദ്യം ഞാൻ കൊണ്ടുവന്നു. ഞാൻ അതിനെ വിളിച്ചിറക്കിയതാ ജോണി ആന്റണി. അതുകൊണ്ട് നന്മ ഉണ്ടായി. ഒത്തിരി പേർക്ക് നന്മ ആയിക്കോട്ടെ. നമ്മൾ മൂലം മറ്റുള്ളവർക്ക് നന്മയുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഭാഗ്യമുള്ളത്. നന്മ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പുതിയ സിനിമകളെ കുറിച്ച് ആലോചിക്കുന്നില്ല, സംവിധാനം ചെയ്യാൻ. അതുകൊണ്ട് മാത്രം എനിക്ക് സംവിധാനം ഭയങ്കര ഇഷ്ടമാണ്. ബേസിക്കലി എടുക്കാൻ അറിയാം എനിക്ക്. എത്ര പടങ്ങൾ, എത്ര ഡയറക്ടേഴ്സ്, എല്ലാ ലാംഗ്വേജ് ഉള്ളവരുടെ കൂടെ ഞാൻ അഭിനയിച്ചതാണ്. കെ കരുണാകരൻ താങ്കൾ ഒരിക്കൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യപ്പെട്ടു എന്നും താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് വരാൻ താല്പര്യപ്പെട്ടില്ല എന്നും കേൾക്കുന്നത് ശരിയാണോ? എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ ബഹുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് നമ്മുടെ ലീഡർ. അദ്ദേഹത്തിന്റെ വീട്ടിലെ വൈഫ് മരിച്ച അതിന്റെ ഓരോ വർഷം ആണ്ട് വരുമല്ലോ, അതിനൊക്കെ എന്നെ വിളിക്കുകയും ഞാൻ പോവുകയും മകളും മുരളിയുമായിട്ടുള്ള അദ്ദേഹമായിട്ടുള്ള അടുപ്പത്തെ കൂടുതൽ പത്മജയും ഡോക്ടർ വേണു വ്യക്തിപരമായിട്ടും എനിക്ക് വലിയ അടുപ്പമാണ്. എന്തിനും വിളിച്ചാൽ ഞങ്ങൾ പോവുകയും ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം എന്റെ മകന്റെ കല്യാണത്തിന് ഡോക്ടർ വേണു ഒക്കെ വന്നിരുന്നു. അപ്പൊ അങ്ങനെ വ്യക്തിബന്ധമുണ്ട്. പത്തനംതിട്ട ബേസ് ചെയ്ത് ഈ പ്രാവശ്യം ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് നിൽക്കുന്നില്ല പത്തനംതിട്ട എന്നുള്ളത്. അവിടെ നിന്നാ ജയിക്കും, എന്റെ നാടല്ലേ. പക്ഷെ എനിക്ക് അതിനകത്തൊരു മടിയുള്ളതിന്റെ കാരണം നമ്മൾ ഒരു MP ആയിട്ടോ MLA ആയിട്ടോ ഒക്കെ കറങ്ങുന്നത് കാണുമ്പോഴൊക്കെ വലിയ രസമാണ്. പക്ഷേ അതിന്റെ പുറകിലുള്ള കഷ്ടപ്പാടുകളും ജെനുവിനിറ്റി എന്ന് പറയും, സിൻസിയറിറ്റി. ഞാൻ അങ്ങനെ സിനിമ പോലും വിട്ടെന്റെ നാട്ടിൽ താമസിച്ചാൽ മാത്രമേ എനിക്ക് സേവനം ചെയ്യാൻ കഴിയുകയുള്ളൂ. സിനിമാ നടനാണെന്നും പറഞ്ഞ് ഷൂട്ടിങ്ങിൽ കറങ്ങി അടിച്ചാൽ ഒക്കെയല്ല. ആ നാട്ടിലെ ഓരോ കല്യാണങ്ങളും നന്മ വരുന്നത് വേദന വരുന്നിടത്തെല്ലാം ഞാൻ സംബന്ധിക്കണം. ഇന്ന് എന്റെ നേതൃത്വം വെച്ചിട്ട് പ്രസംഗിച്ചാൽ മാത്രം പോരാ, പ്രസംഗിക്കുന്നത് പ്രാവർത്തികമാക്കാൻ കഴിവില്ലെങ്കിൽ ഞാൻ ആ ഫീൽഡിൽ പോകരുത്. എന്റെ ജ്യോതിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ രാഷ്ട്രീയത്തിലും ഒരു ലെവൽ വരെ എത്തിയിട്ട് എന്നെ ദൈവം വിളിക്കുമെന്നുള്ളത്. അന്ത്യം രാഷ്ട്രീയത്തിൽ നിൽക്കുമെന്ന് എഴുതിയ ഇതുണ്ട്, ഹൊറോസ്കോപ്പിലുണ്ട്. ഇതൊക്കെ വിശ്വസിക്കാത്തതുകൊണ്ട് എനിക്ക് വിശ്വാസമാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എനിക്ക് വലിയ വിശ്വാസമാണ്. ഞാൻ രാഹുകാലം വരെ നോക്കുന്ന ആളാണ്. ക്യാപ്റ്റൻ രാജുവിന്റെ ജീവിതത്തിൽ ഒരു തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ അത് ഏത് കാര്യത്തിലായിരിക്കും? ബേസിക്കലി ഞാൻ വളരെ ഈ കടുംപിടുത്തം പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. വീട്ടിലെ കാര്യങ്ങൾക്ക് അവിടെ ഒരു കറക്ഷൻ ഇച്ചിരി സോഫ്റ്റ് ആവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ചെറിയ കാര്യങ്ങൾ മതി. ഒരു ചെലന്തി ഇപ്പൊ വീട്ടിന്റെ ഹോളിനുള്ളില് ഒരു എക്സാമ്പിൾ പറയാം, ഒരു ചെലന്തി വല കെട്ടിയെന്ന് വെച്ചാട്ടെ, ആ വല എന്റെ പെണ്ണുമ്പിളെ കൊണ്ട് എടുപ്പിക്കാതെ ഞാൻ അവിടെ നിന്നിച്ച് പോകത്തില്ല. ഇപ്പൊ എന്റെ മകൻ ചോദിക്കും, ചെലന്തി വീട്ടിനകത്തല്ലാതെ എവിടെയാ വല കിട്ടുന്നത് പപ്പ, ഇത്ര എന്തിനാ സീരിയസ്? അവിടെ പട്ടാളച്ചിട്ടയാണ്. അതിൽ ഞാനൊന്ന് ഫ്ലെക്സിബിൾ ആയി ഒന്ന് സോഫ്റ്റ് ആവണം, സോബർ ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു തിരുത്തൽ ആവശ്യമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. പുറത്ത് എല്ലാ ആളുകളോടും വളരെ നന്നായി പെരുമാറുന്ന ക്യാപ്റ്റൻ എന്തുകൊണ്ടാണ് വീട്ടിൽ അങ്ങനെ ഒരു പട്ടാളക്കാരനാവുന്നത്? അതെന്റെ വീടെല്ലാം വൃത്തിയായി നന്നായി കിടക്കണം. അതിന്റെ ഗുണം ആർക്കാ? ഞാൻ കടുപ്പിടുത്തം പിടിക്കുന്ന ചില കാര്യങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നതാരാ? വൃത്തിയുള്ള വീട്ടിൽ ഒരു ചെലന്തിയുടെ കടി കൊണ്ടാൽ എന്റെ വൈഫ് പിന്നെ നമ്മൾ പറമ്പിനകത്തിട്ട് ചുരുട്ടിയിട്ടിട്ട് ആവി അടുപ്പിക്കും. അപ്പോഴേ അറിയുള്ളൂ സുഖം അങ്ങനെയാണ്. അല്ല, അതല്ലാതെ വീട്ടിലായതുകൊണ്ട് എന്തുമാവാം എന്നുള്ള വിചാരം കൊണ്ടല്ല. ഒരിക്കലും അല്ല. ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട വീട്ടുകളിൽ പോയാലും ഞാൻ പറയും, വൃത്തിയില്ലെങ്കിൽ ഞാൻ വീട്ടുകളിൽ പറയും. വളരെ വൃത്തിയില്ലാതെ എന്റെ ഒരു സഹോദരന്റെ വീട്ടിൽ ഞാൻ പോയി ഇതുപോലെ വേണ്ടപ്പെട്ട ഒരാളുടെ വീട്ടിൽ പോയി ആ ലേഡി വൈഫിനെ വിളിച്ചിട്ട്, കാരണം പറഞ്ഞിട്ടുണ്ട് മോളെ ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എല്ലാം നശിച്ചു പോകും, വൃത്തിയായിട്ട് ഇട്ടാട്ടെ. ഒരു വീട്ടിൽ അടുക്കള അടുത്ത് വെച്ചിരിക്കുന്ന ഫ്രിഡ്ജ് അതും വൃത്തിയായിട്ട് തുടച്ചൊക്കെ ഇട്ടില്ലെങ്കിൽ അതിനകത്ത് പാറ്റായും കയറി അതെല്ലാം തുരുമ്പിച്ച് പാട്ടിന് പോകും. അതൊന്ന് തുടച്ചിടേണ്ട കടമ ആ ലേഡി വൈഫിനുണ്ട്. അത് ഞാൻ പച്ചയ്ക്ക് പറയും. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. കറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് എളുപ്പം കൊണ്ട് നടക്കുന്നില്ല. അടിസ്ഥാന മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ താങ്കളുടെ ഇത്രയും കാലത്തെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് തോന്നുന്ന ഒരു കാര്യം എന്താണ്? എനിക്ക് പറയാനുള്ള ഒരു സംഗതി, നമ്മളുടെ ജീവിതത്തിന്റെ ഒരു പീരീഡ്, ഒരു അംശം എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. സെൽഫ് എന്നുള്ളത് എടുത്ത് കളഞ്ഞാട്ടി കുഞ്ഞുങ്ങളെല്ലാം കൈ നീട്ടി മുട്ടായി വാങ്ങിക്കാനിരിക്കുക. നമ്മൾ സാന്റാക്ലോസ് ആവാൻ മാറിക്കാട്ടെ, നമ്മൾ കൊടുക്കാൻ തുടങ്ങിക്കാട്ടെ. അത് കേക്കോ അലുവായോ മുട്ടായോ മാത്രമല്ല, സമാധാനം, സന്തോഷം കൊടുക്കാൻ തുടങ്ങിക്കാട്ടെ മറ്റുള്ളവർക്ക്. നമ്മൾ കൊടുക്കാൻ തുടങ്ങിക്കാട്ടെ. വാങ്ങിക്കുന്നത് കുറച്ചിട്ട് സ്റ്റാർട്ട് ഗിവിംഗ് ടു അതേഴ്സ്. അത് മെന്റൽ പീസ് ആയിരിക്കും, സമാധാനം, സന്തോഷം ഒക്കെ ആവാം. എന്ത് കൊടുക്കാനും ഒക്കെ നോക്കിക്കാട്ടെ മറ്റുള്ളവർക്ക്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു അംശം മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ചാട്ടെ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നൽകലിന്റെ ഈ സന്ദേശം എല്ലായിടത്തും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്.